നിലനിൽക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഹൈന്ദവരെയും മുസ്ലിം മുജാഹിദുകളെയും തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ നടത്തിയതാരാ? മദ്ലഖൻ കേസിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളെ കൊന്നത് ആരായിരുന്നു? മൗലവിമാരായിരുന്നില്ല, മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നു. ചേകന്നൂർ മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ മൗലവിയും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. പോലീസിന്റെ മേൽനോട്ടത്തിൽ അവർക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആ ജാതി ടൈപ്പ് പ്രവർത്തനമൊന്നും ചേകന്നൂരിന്റെ ആദർശം ശക്തമായി എതിർത്ത ഉമർ മൗലവിയെ പോലും പോലീസ് ചോദ്യം ചെയ്തതെന്തിനാ? ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ആദർശത്തെ എതിർത്തിരുന്നുവല്ലോ എന്ന കാരണം കൊണ്ട് പുഞ്ചിരിയോടെ സ്വീകരിച്ച മഹാനായ ഉമർ മൗലവി സാഹിബിനെ സന്തോഷത്തോടെ മടക്കി അയച്ച പാരമ്പര്യമാണ് കേരളത്തിന്റെ പാരമ്പര്യം. ഏതെങ്കിലും ഒരു തടിയന്റെ നസീറിന്റെയോ ഫയാസിന്റെയോ സഫാസിന്റെയോ കൂട്ടത്തിൽ എണ്ണാൻ ഒരു മുജാഹിദ് മണ്ഡലം പ്രസിഡന്റിന്റെ, ഒരു യൂണിറ്റി MSMകാരന്റെ പേരുകളില്ല എന്നത് ഇന്ത്യയിലെ ഈ കേരളത്തിലെ പോലീസുകാരും ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും ഇവിടെയുള്ള സാമൂഹിക ബോധമുള്ളവരും പ്രത്യേകമായി ചിന്തിക്കേണ്ടതാണ്. ഇവിടെ സിമി രൂപപ്പെട്ടിരുന്നു. സിമിയുടെ തീവ്രവാദ ചിന്തകൾ പിന്നീട് പലരും കടമെടുക്കുകയും പല പേരുകളിൽ ജിഹാദി മൊമെന്റുകളായി ബദറിന്റെ, ഉഹദിന്റെ, ഖന്തക്കിന്റെ, ഹുനൈനിന്റെ, ഖാദിസിയുടെ, ഖൈബറിന്റെ, മൂത്തയുടെ വിപ്ലവ വീര്യങ്ങൾ പറഞ്ഞ് യുവാക്കളുടെ ത്രസിക്കുന്ന ചോരയെ ചൂടുപിടിപ്പിച്ച് തീവ്രവാദ ഭീകരവാദത്തിന്റെ ഭിത്തികൾ പാകിയവർ എവിടെ? അവർക്കെതിരെ ശബ്ദിച്ച താത്വികമായ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അമരത്തിരിക്കുന്ന ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈയുള്ളവരും പങ്കെടുത്ത ഒരു മഹാസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രാസംഗികർക്ക് വരെ താത്വികമായി നോട്ട് തന്ന് എഴുതി ഇസ്ലാമിലെ ജിഹാദ് പഠിപ്പിക്കാൻ സലഫി പ്രസ്ഥാനത്തിനല്ലാതെ വേറൊരു പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ്. നമുക്ക് ക്ലിയറായ, സുതാര്യമായ, സുവ്യക്തമായ, സത്യസന്ധമായ സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങളെപ്പോലെ പ്രശോഭിതമായ ഒരാദർശത്തിന്റെ വെട്ടിത്തിളങ്ങുന്ന പാത, അത് പ്രവാചകന്റെ വാക്കുകളാണ്. പറഞ്ഞു, പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ആ പാത വളരെ ക്ലിയറാണ്. അതിന്റെ രാവ് അതിന്റെ പകലിനെ പോലെ പ്രശോഭിതമാണ്. അതിന്റെ രാത്രി പോലും പകലിനെ പോലെ പ്രശോഭിതമാണ്. അത്രയേറെ സുവ്യക്തമാണ് എന്നാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. ഉള്ളിലൊന്ന് കുറച്ചു വേറൊന്ന്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവതല്ല. അത് മുനാഫിക്കുകളുടെ, കപടന്മാരുടെ, കപടവിശ്വാസികളുടെ സ്വഭാവമാണ് എന്നുള്ളതാണ് ഇസ്ലാം ശക്തമായി പഠിപ്പിക്കുന്ന വളരെ പ്രധാനമായ കാര്യം. അതുകൊണ്ടിരിക്കെ കുറ്റ്യാടിയിൽ മാത്രമല്ല, കേരളത്തിലെ എവിടെയും നിങ്ങൾ നോക്കിയ എല്ലാ പ്രബോധകരുടെയും മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രബോധകരുടെയും ഡേറ്റ് ഫില്ലാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോ പ്രബോധകരും ഒരു ദിവസം 2-3 പ്രസംഗങ്ങൾ കേരളത്തിന്റെ നാൽക്കവലകളിൽ മനുഷ്യർ ശ്രദ്ധിക്കുന്നിടത്ത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ആരുടെ മുമ്പിലും സുതാര്യമായി പറയാൻ, ഒളിച്ചു വെക്കാനില്ലാത്ത, വളച്ചുകെട്ടില്ലാത്ത, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ പള്ളി തൊട്ടടുത്ത് നിൽക്കുന്ന ഇശാക്ക് വേണ്ടി പിരിയുകയാണ്. ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച് മഗ്രിബിന്റെ കൂടെ നിർവഹിച്ച യാത്രക്കാരായ ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇശാ നമസ്കരിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് അവസരം പ്രഖ്യാപിക്കുകയാണ്. പള്ളിയിൽ ചെന്ന് ഇശാ നിസ്കരിച്ച് തിരിച്ചു വരും. ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രസംഗം തുടരുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുറ്റ്യാടിയിലെ സത്യാന്വേഷണത്വരയുള്ള സഹോദരന്മാരുടെ മുമ്പിലാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തുന്ന കണിശമായ ചില സംസ്കാരങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഭാഗമാണ് ഈ രാജ്യത്ത് സമാധാനപൂർവം നിലനിൽക്കണം എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിർബന്ധ ചിന്ത. ഇനി വളരെ പ്രധാനമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചർച്ച ചെയ്യുന്നത് ലോകത്തുള്ള ഒരുപാട് മതദർശനങ്ങളിൽ ദൈവികമെന്ന് ശക്തമായി ഉറച്ചു വിശ്വസിക്കുന്ന
ഇസ്ലാമിനെ സംബന്ധിച്ചും അതിന്റെ ആദർശത്തെ സംബന്ധിച്ചും സകല മനുഷ്യരെയും പഠിപ്പിക്കേണ്ട ഒരു ബാധ്യത ഇവിടെയുള്ള മുസ്ലിം സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും ഏറ്റെടുത്തു. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകരിച്ചിട്ടുള്ള പ്രബോധനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനമാണ്. കേരളത്തിൽ എനിക്ക് അത്ഭുതത്തോടുകൂടി പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഏത് മതവിഭാഗങ്ങളിലും ജനവിഭാഗങ്ങളിലും പെട്ടവർക്ക് മുജാഹിദുകളുടെ പ്രസംഗം കേട്ടാൽ ഇതാണോ മതം? എനിക്കറിയാം, തടമ്പാട്ടുതായത്ത് നടന്ന മഹാസാൽവേഷനിൽ ശ്രീധരൻപിള്ള BJP-യെ പ്രതികരിച്ചുകൊണ്ട് അന്ന് പ്രസിഡന്റായിരുന്ന ശ്രീധരൻപിള്ള പങ്കെടുത്തു പറഞ്ഞ മനോഹരമായ വാക്കുകളിൽ ഒന്ന്, ഇസ്ലാമിനെ കുറിച്ച് പലരും തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു. സാൽവേഷനിൽ പങ്കെടുത്തപ്പോൾ എന്റെ തെറ്റിദ്ധാരണകൾ തീർന്നു. അതിനു മുമ്പ് എറണാകുളത്ത് നടന്നിട്ടുള്ള സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, മുജാഹിദുകളുടെ ഓരോ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്തോറും ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ ധാരണകൾ, തെറ്റായ ധാരണകൾ മാറി മാറി വരികയും, ഇതാണെങ്കിൽ എന്തുകൊണ്ട് ഈ മതം ജനങ്ങൾക്ക് സ്വീകാര്യമല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ചർച്ചയായിക്കൂടാ എന്ന് ശ്രീധരൻപിള്ളയുടെ ചോദ്യവും അദ്ദേഹം എഴുതിയ ആ വാക്കുകളും ഇന്നും രേഖാമൂലം നമ്മുടെ കൈകളിലുണ്ട്. തോമസ് ഐസക്കിനെ പോലെ ധനകാര്യ വകുപ്പ് മന്ത്രി പദം അലങ്കരിച്ചു. അത് കൈകാര്യം ചെയ്ത അദ്ദേഹം സാൽവേഷനിൽ വന്നിട്ട് ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച് അവിടുത്തെ ഫ്ലക്സുകളിൽ നിന്ന് വായിച്ച് പലിശരഹിതമായ ബാങ്കിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്റെ പ്രബോധന ജീവിതത്തിൽ ഞാൻ ഏറെ ഓർക്കുന്ന ഒരുപാട് അനുഭവങ്ങളിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട സുപ്രധാനമായ ക്ഷേത്രാങ്കണങ്ങളിൽ മത സൗഹാർദ്ദ സമ്മേളനം എന്നവർ പേരിട്ട മാനവിക സൗഹാർദ്ദ സമ്മേളനങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ടായി. ഓരോ പ്രസംഗങ്ങൾ കഴിയുന്തോറും ഹൈന്ദവ സഹോദരങ്ങളുടെ സ്വീകരണം കൂടിക്കൂടി വന്നു എന്നതല്ലാതെ പ്രതിഷേധങ്ങളുടെയോ എതിർപ്പുകളുടെയോ യാതൊരു ലാഞ്ചനയും ഉണ്ടായില്ല എന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. ശിവഗിരി ആശ്രമത്തിലും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലും ചില പരിപാടികൾ മുസ്ലിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് മുടങ്ങിപ്പോയി എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടായി അതിൽ. കാരണം അവർ മുൻവിധികളില്ലാത്തവരായിരുന്നു. അറിവില്ലായ്മ ലോകത്ത് ഒരു വലിയ ശാപമായി തുടരുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, ചതുർവേദങ്ങൾ ഗഹനമായ പഠന മനന ഗവേഷണങ്ങൾക്കും പരിവേഷണങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും പഠനങ്ങൾക്കും വിധേയമായ ഉപനിഷത്തുക്കളുടെ താളുകളിലൂടെയുള്ള പ്രയാണങ്ങൾ. EMS നമ്പൂതിരിപ്പാടിന് വേദങ്ങളുടെ നാട് എന്ന് പറഞ്ഞ് ഒരു ചെറിയ പുസ്തകമുണ്ട്. തന്റെ 6-ാം വയസ്സിൽ അച്ഛൻ എന്നോട് ചതുർവേദങ്ങൾ മനഃപ്പാടമാക്കാൻ പറഞ്ഞു. ചതുർവേദങ്ങൾ ഞാൻ പഠിച്ചു എന്ന് EMS നമ്പൂതിരിപ്പാട് പറയും. ഇന്ന് കേരളത്തിലെ അറിയപ്പെട്ട സ്വാമിജിമാർക്ക് പോലും ഋഗ്വേദത്തിന്റെ ഒരധ്യായം പോലും മനഃപ്പാടമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല, ഉണ്ട് എന്ന് പറയാൻ ഒരാൾക്ക് സാധ്യമല്ലാത്ത വിധം അറിവിന്റെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് മതരംഗങ്ങൾ. സമൂഹത്തെ എന്നും ചൂഷണം ചെയ്യുകയാണ് ഇവിടെ മതപുരോഹിതന്മാരും ആളുകളും. ആത്മീയത പഠിപ്പിക്കപ്പെടുന്ന ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സുകളായ വേദഗ്രന്ഥത്താളുകളിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ട ഏക ദൈവ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും സുന്ദരമായ വചനങ്ങളെ കുഴിച്ചുമൂടി ബഹുദൈവത്വത്തിന്റെയും നിരീശ്വരത്വത്തിന്റെയും സൃഷ്ടിപൂജയുടെയും സൃഷ്ടി ആരാധനയുടെയും മഹാന്മാരുടെ മഹത്വങ്ങൾ പറഞ്ഞവരുടെ കാൽപാദങ്ങളിൽ ആരാധനകൾ സമർപ്പിക്കുന്ന പാദബിംബങ്ങളിൽ ആരാധന സമർപ്പിക്കുന്ന ദയനീയമായ സ്ഥിതിവിശേഷമാണ് ലോകത്തിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെയാണ് ആരാധിക്കേണ്ടത്, ആരെയാണ് ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് എന്ന തിരിച്ചറിവ് പോലുമില്ലാത്ത ഒരു ജനത ലോകം മുഴുവനും വളർന്നു വരികയും പടർന്നു വരികയും ചെയ്യും. വിവിധ രാജ്യങ്ങളിൽ, ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പല സന്ദർഭങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള പല ആളുകളുടെയും അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും പോകാൻ അവസരമുണ്ടായ ഒരു എളിയ ഇസ്ലാമിക പ്രബോധകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോക രാജ്യങ്ങളിൽ സവിശേഷമായ സ്ഥാനം ഈ രാജ്യത്തിനുണ്ടായി. ഈ രാജ്യത്തിന്റെ പ്രത്യേകത, ഈ രാജ്യത്തിന്റെ മഹനീയത എല്ലാ നിലക്കുമുള്ള മതങ്ങളെയും ആദർശങ്ങളെയും
അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മതമഹാസമ്മേളനത്തിന് പങ്കെടുക്കവേ ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാനുള്ള കാരണം ഞാനിവിടെ വളരെ ചുരുക്കി, സമയം വളരെ കുറവാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്താണ്? സലഫി പ്രസ്ഥാനം എന്താണ്? ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഇത് മൂന്നും ഖുർആനിലുള്ള പദമാണ്. സലഫി എന്ന് പറഞ്ഞാൽ പൂർവികരായ ആളുകൾ. ഇസ്ലാമിന് വളരെ പ്രധാനമായ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ്? ആ പ്രത്യേകത ഇസ്ലാമിന്റെ ഏത് കാര്യവും ഓരോ പണ്ഡിതനും വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പറ്റുന്ന വിധത്തിലല്ല ഇസ്ലാമിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതാണ്. ഒരു വേദസൂക്തത്തെ സ്വാമി വിവേകാനന്ദന് വേറൊരു രൂപത്തിൽ കാണാം. ആചാര്യനായ സ്വാമി ദയാനന്ദ സരസ്വതിക്ക് ലൈറ്റ് ഓഫ് ട്രൂത്തിൽ വേറൊരു രൂപത്തിൽ വിശ്വസിക്കാം. ശങ്കരാചാര്യർക്കും മാധ്വാചാര്യർക്കും വേറൊരു രൂപത്തിൽ അതേ വാക്യത്തെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ വിശുദ്ധ ഖുർആനിന്, പ്രവാചകന്റെ വചനത്തിന് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ പ്രത്യേകത? ഖുർആൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഏതൊരു അർത്ഥവും ഏതൊരു ആശയവുമാണോ അത് തന്നെയാണ് ലോകാവസാനം വരെ അതിനുണ്ടാവുക. ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ രൂപങ്ങളും പുതിയ ഘടനാഭാവങ്ങളും സ്വീകരിക്കുക, ആധേയഭാവം സ്വീകരിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റിയുള്ള ഒരു എലാസ്റ്റിക് സ്വഭാവമുള്ള സമ്പ്രദായം ഇസ്ലാമിനില്ല. ഖുർആനിന് സുമ്മ ഇന്ന അലൈന ബയാന, ഈ ഖുർആനിനെ ബയാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം പ്രപഞ്ചനാഥനിലാണ്. സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 19-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പ്രവാചക തിരുമേനിയിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ്. ആ പ്രവാചകന്റെ പ്രഥമ പ്രബോധിത സമൂഹം സഹാബ കിറാം അവരെങ്ങനെയാണോ ഒരു ഖുർആനിന്റെ വചനത്തെ മനസ്സിലാക്കിയത്, പ്രവാചകന്റെ വചനാമൃതങ്ങളായ ഹദീസ് സമാഹാരങ്ങളെ അവരെങ്ങനെയാണോ മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ചെയ്തതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇതര മുസ്ലിം സംഘടനകളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത്. അവരുടെ ചിന്തകൾ, യുക്തികൾ അവർ ഒരിക്കലും അതിൽ പരിഗണിക്കപ്പെടുകയില്ല. ലളിതമായ, സുന്ദരമായ, സുവ്യക്തമായ തേൻതുള്ളി പോലെ ഹൃദയത്തിന്റെ തന്തുക്കളിൽ ഒട്ടിച്ചു തരാൻ പറ്റുന്ന ഒരു ഉദാഹരണം എനിക്ക് പറയാൻ കഴിയും. അരയാലില പോലെ അവരെ സ്പന്ദനം ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സിന്റെ മാസ്മരിക ലോകത്ത് ചിന്തകളാണ് ലോകത്ത് ഏത് കാലഘട്ടത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. മനുഷ്യ സമൂഹത്തെ പരിവർത്തിപ്പിച്ചതും ഇത് തന്നെയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ എഴുതി വെച്ച വാചകം, ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹു വരെ മാറ്റുകയില്ല. സൂറത്ത് റായത്ത് 13-ാം അധ്യായം 11-ാമത്തെ വചനം. മാറ്റമുണ്ടാകേണ്ടത് മനസ്സുകളിലാണ്, മാറ്റമുണ്ടാകേണ്ടത് മനുഷ്യന്റെ ചിന്തകളിലാണ്. എന്തുകൊണ്ട് ഇസ്ലാമിൽ ബലാത്കാരമില്ല? എന്തുകൊണ്ട് ഇസ്ലാമിൽ മതപരിവർത്തനത്തിന്റെ നിർബന്ധമായ സ്വരങ്ങളില്ല? വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട പോയിന്റാണത്. എല്ലാവരും ഇവിടെ പോലീസുകാർ ഈ പ്രസംഗത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാത്തവരും ഉണ്ടാകാം, ഇന്റലിജൻസ് ഉണ്ടാകാം, ആരും ഉണ്ടാകാം. സ്വതന്ത്രമാണ് ഞങ്ങളുടെ ചിന്തകൾ. ആരുടെ മുമ്പിലും, അതായത് RSSന്റെ കേന്ദ്രത്തിലെ മഹാനേതാക്കന്മാരിയ്ക്കുന്നിടത്തും ഈ ഉള്ളവന് പ്രസംഗിക്കാം. ആരുടെ മുമ്പിലും വസ്തുതകളെ വളച്ചുകെട്ടില്ലാതെ പറയാം. ഇന്ത്യയുടെ തന്നെ പാരമ്പര്യം അതായിരുന്നു. മഹാഭാരത യുദ്ധവേളയിൽ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ച ചോദ്യം, അമ്മേ ഞങ്ങൾ ജയിക്കുമോ? യഥോ ധർമ്മസ്തോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്നതാണ്. ഇന്ത്യയുടെ, കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ആർച്ചിൽ സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. സത്യമാണ് ജയിക്കേണ്ടത്, അസത്യം പരാജയപ്പെടും. അസത്യത്തിന്റെ ആളുകൾക്ക് എന്നും ഭീരുത്വമുണ്ടാകും, അവർക്ക് ഭയപ്പാടുകൾ ഉണ്ടാകും, അവരുടെ നാളുകൾ ഉറക്കില്ലാത്തതായിരിക്കും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പിടിവാതിക്കൽ ഇസ്ലാം ജൈത്രയാത്ര നടത്തി. റോമും പേർഷ്യയും ഈജിപ്തും ലോകരാജ്യങ്ങൾ ഇസ്ലാമിന്റെ ആദർശത്തിനു മുമ്പിൽ പകച്ചു നിന്നു. ലളിത സുന്ദരമായ, ജാതീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത, വർഗീയതയില്ലാത്ത, സങ്കുചിതങ്ങളില്ലാത്ത, കാട്ടാളത്വമില്ലാത്ത സുന്ദരമായിരുന്നു അതിന്റെ ആദർശം. ഇന്നും വേദഗ്രന്ഥത്തിൽ അത് തന്നെ, ഇന്നും ഖുർആനിൽ അത് തന്നെ. ഖുർആൻ ലോകത്തെ വിളിച്ചത് ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെ പോലെ, ഒരു ചരടിൽ കോർത്തിണക്കിയ മുത്തുമണികളെ പോലെ മാനവതയെ ഒരു അച്ഛനമ്മമാരുടെ മക്കളായി പഠിപ്പിക്കുക വഴി ഉദാത്തമായ സാഹോദര്യത്തിന്റെ, ഫ്രാറ്റേണിറ്റിയുടെ ഒരു മഹത്തായ സന്ദേശം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചു പറഞ്ഞു. മനുഷ്യരെ, മനുഷ്യരെ, പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ എന്നൊന്നും വിളിക്കാതെ പ്രവാചക തിരുമേനി വിശുദ്ധ ഖുർആനിൽ ഒരു ലോകത്തെ വിളിച്ചു. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്.
യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. എത്ര സ്ഥലങ്ങളിലാണ് ഖുർആൻ അത് വിളിച്ചത്? സൂറത്ത് ബഖറ 2-ാം അധ്യായം 21-ാമത്തെ വചനം, സൂറത്ത് ബഖറ 2-ാം അധ്യായം 168-ാമത്തെ വചനം, സൂറത്ത് ബഖറ 2-ാം അധ്യായം 185-ാമത്തെ വചനം, സൂറത്ത് ബഖറ 2-ാം അധ്യായം 213-ാമത്തെ വചനം, സൂറത്ത് നിസാ 4-ാം അധ്യായം 1-ാമത്തെ വചനം, സൂറത്ത് ഹജ്ജ് 22-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനം, സൂറത്ത് ഹജ്ജിലെ 3-ാമത്തെ വചനം, സൂറത്ത് ഹജ്ജിലെ 5-ാമത്തെ വചനം, സൂറത്ത് ഹജ്ജിലെ 9-ാമത്തെ വചനം, സൂറത്ത് ഹജ്ജിലെ 11-ാമത്തെ വചനം, സൂറത്ത് ഹജ്ജിലെ 73-ാമത്തെ വചനം, 49-ാം അധ്യായം 13-ാമത്തെ വചനം, 82-ാം അധ്യായത്തിലെ 5, 6, 7 വചനങ്ങൾ, 84-ാം അധ്യായത്തിലെ 5, 6, 7 വചനങ്ങൾ, 85-ാം അധ്യായത്തിലെ 5, 6, 7 വചനങ്ങൾ. യാ അയ്യുഹന്നാസ്, എല്ലാവരെയും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം വിളിച്ചു. എല്ലാവരോടും ഖുർആൻ ഒരു കാര്യം പറഞ്ഞു. ഇതേ നോക്ക്, ആകാശത്തിന്റെ അനന്തതയെ നീ നോക്ക്. ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുടെ എല്ലുകളെ പൊള്ളയാക്കി സൃഷ്ടിച്ച്, വായു സഞ്ചാരത്തിന്റെ അത്ഭുതങ്ങളെ സൃഷ്ടിച്ച്, ആകാശ നീലിമയിൽ തങ്ങി നിന്ന് പറക്കാനും തെന്നിപ്പറക്കാനും, ശാന്തമായി പ്രാവനെ പോലെ പറന്നിറങ്ങാനും കഴുകനെ പോലെ റാഞ്ചിയെടുക്കാനും കഴിവുള്ള പക്ഷിമൃഗാദികളെ സംവിധാനിച്ച ലോകത്തിന്റെ നായകനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഖുർആനിന്റെ ആഹ്വാനം. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു. ഇന്ദ്രിയത്തുള്ളികളുടെ കണികകളിൽ നിന്ന്, മണ്ണിന്റെ ഭാഗമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ജീവജാലങ്ങൾ, അനന്ത പരകോടി ജീവജാലങ്ങളെ സംവിധാനിച്ച ലോകത്തിന്റെ സംവിധായകനെ കുറിച്ച് ഖുർആൻ ഒന്നാമതായി സംസാരിച്ചു. ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മാത്രമല്ല, ആ സൃഷ്ടാവാണ് ഇതിനെ സൃഷ്ടിച്ചതും സംരക്ഷിച്ചതും നിലനിർത്തിയതുമെന്ന് ഉന്നതമായ ഒരു ബോധത്തിലേക്ക് മനുഷ്യരെ എത്ര മനോഹരമാണ്. ഒരമ്മ വിളിക്കുന്നു, എന്റെ പൊന്നുമോനെ മാധവ എന്ന് വിളിക്കുന്നതിൽ ഒരു സങ്കുചിതമുണ്ട്. എന്റെ പൊന്നുമക്കളെ എന്നൊരമ്മ വിളിച്ചാൽ സ്നേഹത്തിൻ്റെതാണത്, താരാട്ടിൻ്റെതാണത്, ഹൃദയത്തിന്റെ തന്തുക്കളിൽ നിന്നുള്ള കാരുണ്യത്തിന്റെ അംശമുണ്ടതിൽ. എന്റെ പൊന്നുമക്കളെ എന്നൊരു പിതാവ് വിളിച്ചാൽ, എന്റെ പൊന്നുമോനെ എന്നൊരു മകനെ പെർട്ടിക്കുലറായി വിളിച്ചാൽ, ബാക്കിയുള്ള മക്കളുടെ മനസ്സിൽ എന്താ ഒരു പൊന്നുമോൻ അവൻ മാത്രം എന്ന തോന്നലുകൾ അതുണ്ടാകാവതല്ല എന്ന്. അതുകൊണ്ടാണ് ഇസ്ലാം യാ അയ്യുഹന്നാസ്, പാശ്ചാത്യരെ, പൗരസ്യരെ, കറുത്തവരെ, വെളുത്തവരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ശൂദ്രരെ, വൈശ്യരെ, പറയവർഗമേ, പൊലയവർഗമേ, ചണ്ടാലരെ ഒന്നും ഖുർആൻ വിളിച്ചില്ല. എല്ലാവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞു. ലോക ചരിത്രത്തിന്റെ മാഗ്ന കാർട്ട നടക്കുന്നത് 1948-ലാണ് UNOയിൽ. ലോകരാജ്യങ്ങളിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം മാഗ്ന കാർട്ട. എന്നാൽ ലോക ചരിത്രത്തിലെ മാഗ്ന കാർട്ട എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ച സുന്ദരമായ ഒരു ആശയം. ബാർബർ ഷോപ്പുകളുണ്ട് നമ്മുടെ നാടുകളിൽ. ബാർബർ ഷോപ്പുകളിൽ നമ്മുടെ തലമുണ്ടനം ചെയ്യുന്ന, മുടിയെടുക്കുന്ന സ്റ്റൈലിൽ നമുക്ക് ആവശ്യമുള്ള വിധത്തിൽ അപ്പാച്ചിക്കട്ട് ഉൾപ്പെടെയുള്ള പലതും ഇന്ന് മനുഷ്യർ ചെയ്യുന്നു. അതിന്റെ ശരി തെറ്റുകൾ നോക്കാതെ സാന്ദർഭികമായി പറയട്ടെ, അപ്പാച്ചിക്കട്ട് ബൈബിളിൽ എതിർത്തിട്ടുണ്ട്, അപ്പാച്ചിക്കട്ട് പ്രവാചകന്റെ വചനത്തിലും എതിർത്തിട്ടുണ്ട്. മുടികളുടെ ചുട്ടിൽ നിന്ന്, തലയുടെ ചുട്ടിൽ നിന്ന് ചെവിയുടെ മേലെ മാത്രം മുടിയെടുത്ത് നിലനിർത്തുന്ന സമ്പ്രദായത്തെ അപ്പാച്ചിക്കട്ട് എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുമ്പോൾ, ആ മുടിയെടുക്കൽ സ്റ്റൈൽ ബൈബിളിൽ ലേവ്യ പുസ്തകത്തിൽ ശക്തമായി എതിർത്തതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ഹദീസുകളിലും അതുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പാച്ചിക്കട്ട് അനിസ്ലാമികമാണ് എന്ന് ഞാനത് പറഞ്ഞു വന്നപ്പോൾ സാന്ദർഭികമായ അതിന്റെ മതവിധിയും ഇവിടെ പറയുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഇതിനെയെല്ലാം അവിടെയാണ് ഇസ്ലാം പ്രവാചകൻ ബാർബറുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ജീർണിച്ച സമ്പ്രദായങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇസ്ലാം എന്താണ്? വാട്ട് ഈസ് ഇസ്ലാം? ഈ വിഷയത്തിൽ ഇസ്ലാം എന്താണ്? ശൈശവ വിവാഹത്തിൽ ഇസ്ലാം എന്താണ്? അടിമത്തത്തിൽ ഇസ്ലാം എന്താണ്? സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ ഇസ്ലാം എന്താണ്? സ്ത്രീകളുടെ ഡ്രസ് കോഡുകളിൽ ഇസ്ലാം എന്താണ്? സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇതര മതദർശനങ്ങളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? പൂർവ്വവേദങ്ങളെ കുറിച്ചുള്ള ഖുർആനിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആകാശഗംഗാ നൗകകളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ എന്താണ്? ആയുടെ അഗാധ അത്ഭുതങ്ങളെ കുറിച്ചുള്ള ഖുർആനിന്റെ കാഴ്ചപ്പാടുകൾ എന്താണ്? മനുഷ്യ സൃഷ്ടിയുടെ മാസ്മരികമായ ലോകത്തേക്കുള്ള ഖുർആനിന്റെ പരാമർശങ്ങൾ എന്താണ്? സാമ്പത്തിക ശാസ്ത്രം, ദാമ്പത്യ ശാസ്ത്രം, വൈയക്തിക ശാസ്ത്രം, വൈദേശിക ചിന്തകൾ, കൗടംബിക ശാസ്ത്രങ്ങൾ, കൗടംബിക വിഷയങ്ങൾ തുടങ്ങി ആപാദ ചൂട വിഷയങ്ങളിലെല്ലാം ഇസ്ലാമിക ദർശനത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ചോദിച്ചോളൂ നിങ്ങൾ. 1000 നാവുകളെ കൊണ്ട് മറുപടി പറയാൻ ഇസ്ലാമിക പണ്ഡിത ലോകം എന്നും ശ്രമിക്കുക മാത്രമല്ല സാധിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അഗാധമായി മനുഷ്യനെ ടച്ച് ചെയ്യുന്ന മൂല്യവത്തായ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഉച്ചനീചത്വങ്ങൾ തുടച്ചു മാറ്റപ്പെട്ട ഭൗതിക ലോകത്ത്
ദാർശനികമായ ജാതീയത ഇന്നും നിലനിൽക്കുന്നു എന്ന് KN കുഞ്ഞഹമ്മദിനെ പോലെയുള്ള ആളുകൾ വിലയിരുത്തിയത് ഞാൻ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുകയും പറയുകയും ചെയ്യുന്നു. കാരണം വസ്തുതാപരമായ പരാമർശം ആരും നടത്തുന്നു എന്നതല്ല, അത് വസ്തുതയാണോ ആളെ നോക്കണ്ട തെളിവ് നോക്കിയാൽ മതി എന്ന ഉമർ മൗലവിയുടെ വാചകപ്രകാരം ദാർശനികമായ ജാതീയത ഒരു രാജ്യത്തിന്റെ ഗാത്രത്തിൽ ബാർബറുടെ ചരിത്രത്തിൽ ഒരു മഹാസംഭവം. ബാർബറുകളെ കൊണ്ട് നോക്ക്, ഒരു ബാർബർ ഷാപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ഖുറൈശികളിലെ ഉന്നത കുലജാതയായ ഒരു പെണ്ണിനെ, വെളുത്ത സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ, ഉന്നത കുലജാതയായ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ച് ബാർബറോടുള്ള സമീപനത്തിന്റെ ഉച്ചനീചത്വങ്ങളെ കാൽക്കീഴിലിട്ട് ഞെരിഞ്ചമർത്തി ചവിട്ടിയമർത്തി മാനുഷിക മൂല്യങ്ങൾ പഠിപ്പിച്ച പ്രവാചകനാണ് ഇവിടെ. നബിയുടെ വലങ്കയ്യായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, കോടീശ്വരപുത്രൻ, കോടീശ്വരൻ. ആ കോടീശ്വരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പെങ്ങളെ കാപ്പിരി എന്ന് വിളിക്കുന്ന കറുത്ത കാക്കക്കറുമ്പൻ, ഹൈറ്റ് കുറഞ്ഞ് വെയിറ്റ് കുറഞ്ഞ് സ്പ്രിങ് പോലെ മുടിയെടുത്ത കറുത്ത കറുമ്പനായ ബിലാലിനെ, ആ ബിലാലിനെ കൊണ്ട് സ്വർഗത്തിന്റെ കാലടി, സ്വർഗത്തിൽ കാലടികൾ ഞാൻ കേട്ടു എന്ന് പ്രവാചകൻ സർട്ടിഫിക്കറ്റ് നൽകി. ഇഫ്തഹിൽ ബാബക യാ ബിലാൽ എന്ന് മക്കം ഫതയിൽ കാബത്തിന്റെ വാതിലുകൾ തുറക്കാൻ ആവശ്യപ്പെട്ട ബിലാലിനെ ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന കോടീശ്വരന്റെ പെങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അടിമ സ്ത്രീ, അടിമ പുരുഷനായ മനുഷ്യനെ കൊണ്ട് ഉന്നത കുലജാതയായ നബിയുടെ അമ്മായിയുടെ മകൾ സൈനബയെ കല്യാണം കഴിപ്പിച്ച് മാനവമഹത്വത്തിന്റെ ഗീതം പാടിയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും ഏതേത് മേഖലകളിലും ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഇസ്ലാമിന് സാധിച്ചത് ഇസ്ലാമിന്റെ മനുഷ്യത്വത്തോടുള്ള കാഴ്ചപ്പാടാണ്. എന്താ അങ്ങനെ പറയാൻ? ഒരു ബാപ്പാന്റെയും മക്കൾക്കും ഇടയിൽ, ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും മക്കൾക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകുമോ? കറുപ്പിന്റെ വെളുപ്പിന്റെ പേരിൽ അവർ തമ്മിൽ തല്ലുമോ? ആദമിന്റെ മക്കളല്ലേ ഈ ഭൂമിയിൽ, ഹവ്വാ ബീവിയുടെ മക്കളല്ലേ ഈ ഭൂമിയിൽ? ഇന്ന അബാക്കും വാഹിദ് ഇന്ന റബ്ബുക്കും വാഹിദ്. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്, ആദം മണ്ണിൽ നിന്നാണ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്, നിങ്ങളുടെ പിതാവ് ആദമാണ് എന്ന് പഠിപ്പിക്കപ്പെടുക വഴി മനുഷ്യനിലെ മാനവിക സമത്വത്തെ ഇസ്ലാം ഊട്ടിയുറപ്പിച്ചു. മനുഷ്യരൊന്നാണെന്ന് പറഞ്ഞു. മാത്രവുമല്ല, ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രവാചക തിരുമേനി പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹ്രിക്കും ഹാദാ. ഈ പരിശുദ്ധ കാബയുടെ പവിത്രതയേക്കാൾ, ഈ പരിശുദ്ധ കാബയുടെ പവിത്രതയേക്കാൾ, ഈ പരിശുദ്ധ കാബയുടെ അതുപോലെ ഈ ഹജ്ജ് ഉൾക്കൊള്ളുന്ന മാസത്തേക്കാൾ ഇതിനേക്കാൾ എല്ലാം പവിത്രമാണ് ഒരു വ്യക്തിയുടെ അഭിമാനമെന്നും ഒരു വ്യക്തിയുടെ രക്തമെന്നും ഒരു വ്യക്തിയുടെ സമ്പത്തെന്നും ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് മാനവ സമത്വത്തിന്റെ ഗീതം പാടിയ പ്രവാചക തിരുമേനി ബിലാൽ റളിയല്ലാഹു അൻഹുവും അബൂദർ അൽ ഗഫാരിയും തമ്മിൽ ഒരു ചെറിയ വാക്കേറ്റമുണ്ടായി. അബൂദർ അൽ ഗഫാരി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവല്ല മകനെ എന്ന് വിളിച്ചപ്പോ വിങ്ങിപ്പൊട്ടി കരഞ്ഞ് ഗദ്ഗദകണ്ഠനായി കണ്ണുനീർ തുള്ളികൾ താടിരോമങ്ങളിലൂടെ ചാലട്ടഴുകിയ ബിലാൽ പ്രവാചക തിരുസന്നിധിയിൽ അണഞ്ഞ് പ്രവാചകനോട് മൊഴിഞ്ഞു, റസൂലേ, എന്നെ അബൂദർ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചിരിക്കുന്നു. പ്രവാചകന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, ബിലാൽ, നിന്റെ അമ്മ കറുത്തവളല്ലേ, നിന്റെ ഉമ്മ കറുത്തവളല്ലേ, നീയും കറുത്തവനല്ലേ, എന്താ അബൂദർ നിന്നെ കറുത്തവൻ എന്ന് വിളിച്ചാൽ? ചോദിച്ചില്ല പ്രവാചകൻ. പ്രവാചകന്റെ വാക്കുകൾ എന്താണ്? അബൂദർ, ഇവിടെ വരൂ, നിങ്ങൾ ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ച് പുച്ഛിച്ചുവോ, പരിഹസിച്ചുവോ, അപഹസിച്ചുവോ എന്ന് പ്രവാചക തിരുമേനി ചോദിച്ചു. നോക്ക്, കറുത്ത ബിലാലിനെ, കറുത്ത മകളുടെ, കറുത്ത പുത്രിയുടെ കറുത്ത പുത്രനെ, അഥവാ ബിലാലിന്റെ ഉമ്മ കറുത്തവളാണ്. ആ കറുത്തവളുടെ ഗർഭപാത്രത്തിൽ പുറത്തു വന്ന ബിലാലും കറുത്തതാണ്. ഞാനൊരു പുതിയ തത്വം നിങ്ങളെ പഠിപ്പിക്കുന്നു. മുജാഹിദുകളോട് ഇത് ഞാൻ പ്രത്യേകമായി പറയാൻ ഇന്നൊരു കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങളെ നിങ്ങൾ അറിയുക, പ്രവാചകന്റെ സന്നിധിയിൽ അബൂദർ വന്നു. നബി ചോദിക്കുന്നു ബിലാലിനെ, അബൂദറിനെയും സാക്ഷ്യം നിർത്തി, അബൂദർ, ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചോ? ആ വിളിച്ചു എന്നാണ് പറയും. ആ സമയത്ത് റസൂലുള്ള പറയാണ്, അബൂദർ, താങ്കളിൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇസ്ലാം പൂർണ്ണാകുക എന്ന് പറഞ്ഞാൽ കറുത്തതിന്റെ പേരിൽ, വെളുത്തതിന്റെ പേരിൽ ആക്ഷേപിക്കാത്തൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് പാകപ്പെടുമ്പോഴാണ് അവൻ മുസ്ലിം എന്ന തത്വം മാനവ ചരിത്രത്തിൽ എവിടെ, ഏത് ദാർശനികതയിൽ എവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബെഞ്ചമിൻ മൊളോയിസിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദക്ഷിണാഫ്രിക്കയിലെ കവിയായ ബെഞ്ചമിൻ മൊളോയിസ് കറുത്തവനായി എന്ന കാരണം കൊണ്ട് വർണ്ണപെറിയൻ ഭരണകൂടം ബെഞ്ചമിൻ മൊളോയിസിനെ പട്ടാപ്പകൽ തൂക്കിക്കൊന്ന ഇന്നലകളുടെ ചരിത്രം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ എന്ന കുമാരനാശാന്റെ ദുരവസ്ഥയും
ഭാരതർ തമ്മിലെ പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങി മറിയലാമെന്നും എന്തിനും ഭാരതരെ നിങ്ങൾ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായെ എന്ന് പാടിയ കുമാരനാശാന്റെ ഈരടികളും ഓർക്കുന്നിടത്ത് നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന നെൽസൺ മണ്ടേലയുടെ ഗ്രന്ഥത്താളുകൾ ഞാൻ രാജ്യദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ നാട്ടുനടപ്പ് ധരിച്ചിട്ടില്ല, എന്റെ സ്കിന്ന് കറുച്ചുപോയി എന്ന കാരണം കൊണ്ട് ഞാൻ അനുഭവിച്ച ദുരന്തങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുമ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, അബൂദർ കറുത്തവൻ എന്ന് നീ വിളിച്ചില്ലേ, എങ്കിൽ നിനക്ക് ഇസ്ലാമില്ല, ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, നിന്നിൽ ജാഹിലിയത്തിന്റെ അറിവില്ലായ്മയുടെ വിവരക്കേടിന്റെ അംശമുണ്ട് എന്നാ പറയുന്നത്. ഇതിനോട് ചേർത്ത് മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ, മുജാഹിദുകളെ, ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിച്ചോ. കറുത്ത ബിലാലിനെ, അയാൾ കറുത്തതാണ്, യാഥാർത്ഥ്യമാണ്, എന്നിട്ട് പോലും കറുത്തവൻ എന്ന് വിളിച്ചപ്പോ അതിന് ഇസ്ലാം എതിർത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസായി പിറന്നവനെ ആലോചിച്ച് നോക്കൂ. ഇൻസായി പിറന്നവനെ കറുത്തതിന്റെ പേരിൽ ആക്ഷേപിച്ചപ്പോൾ അതിനെ എതിർത്തതാണ് ഇസ്ലാമിന്റെ ചര്യയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹൈറ്റ് കുറഞ്ഞൊരു സ്ത്രീയായിരുന്നു. ഹൈറ്റ് കുറഞ്ഞവൾ എന്ന് പോലും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടില്ല. കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. റസൂലുള്ളാഹിന്റെ വാക്ക്, ആയിഷ ആ ആംഗ്യം കാണിച്ചില്ലേ, ആ ഉദ്ദേശമില്ലേ നിന്റെ മനസ്സിൽ? ഈ ആശയമെങ്ങാനും ഒരു കടലിൽ കലക്കിയാൽ കടല് വരെ വൃത്തികേടായി പോകും ആയിഷ. കാരണം ഏതൊരു മനുഷ്യന്റെ ഹൈറ്റ് കുറവും കൂടുതലും സൗന്ദര്യവും പത്തിരി പോലെ മൂക്കും സ്പ്രിങ്ങായ മുടിയും ഒക്കെ പടച്ചവൻ കൊടുത്തതാണ്. അതുകൊണ്ട് പടച്ചവനെ വിമർശിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മനുഷ്യനാണ്, കറുത്തവനാണ്, ഹൈറ്റ് കുറഞ്ഞവനാണ് എങ്കിൽ പോലും അത് ചോദിക്കാനോ അത് പറയാനോ അതിന്റെ പേരിൽ പരിഹസിക്കാനോ പാടില്ലെങ്കിൽ അല്ലാഹ് സൃഷ്ടിച്ച ഇൻസിനെ ജിന്നി എന്ന് വിളിക്കുന്നവർ അറിവുള്ളവരാണോ, ഇസ്ലാമുള്ളവരാണോ? പ്രവാചകൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അവരോട് ചോദിക്കും, ഇവർ ഇൻസായി സൃഷ്ടിക്കപ്പെട്ടവരാണോ? അതേ അല്ലാഹ്, അതേ റസൂലേ, ഇവരെ നിങ്ങൾ അല്ലാഹ് സൃഷ്ടിച്ച മറ്റൊരു പടപ്പിനോട് പ്രകാശത്താൽ പടക്കപ്പെട്ട ഇൻസിനെ പടക്കപ്പെട്ടത് ഖുർആൻ അറിയില്ലെങ്കിൽ പഠിക്കുക, എവിടെയാണെങ്കിലും നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. മനുഷ്യനെ പടച്ചത് കളിമണ്ണിൽ നിന്നും പിന്നെ ഇന്ദ്രിയത്തിൽ നിന്നുമാണ്. ജിന്നിനെ പടച്ചത് പ്രകാശത്തിന്റെ ജ്വാലയിൽ നിന്നാണ്, അഗ്നിജ്വാലകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സവിശേഷമായ ഒരു സൃഷ്ടിയോട്, കാണാത്ത ഒരു സൃഷ്ടിയോട്, കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന എന്ന് മനുഷ്യരുമായുള്ള ബന്ധത്തെ കുറിച്ച് പഠിപ്പിച്ച ഖുർആനിക വചനം ഉദ്ധരിക്കുന്നവരോട് കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യനെ, ഇൻസിനെ ജിന്നി എന്ന് വിളിക്കുന്നതിന്റെ മതവിധിയും അതിന്റെ ബോധവും അതിലെ സംസ്കാരവും അതിന്റെ വൈയക്തിക ചിന്തകളും അതിന്റെ പരലോകബോധവും എന്ത് എന്ന് ഒരു സെക്കൻഡിൽ മരണത്തിന് മുമ്പ്, കണ്ണടയുന്നതിന് മുമ്പ്, മരിച്ചു വെറുങ്കലിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്കണമെന്ന് പലരോടും ഞാൻ ഈ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം ഉച്ചബീജത്വങ്ങളെ തുടച്ചു മാറ്റി. ഇസ്ലാം ദാർശനികമായ ഒരു സവിശേഷത മാനവ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു. ഒന്ന്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. ഞാൻ അവിടെ ഒരല്പം സംസാരിച്ചു കൊള്ളട്ടെ. ആരാണ് ലോകത്തിന്റെ രക്ഷിതാവ്? ലോകത്തിന്റെ രക്ഷിതാവ് ആരാണ്? ലോകരുടെ രക്ഷിതാവ് ആരാണ്? അപ്പൊ നിങ്ങൾക്കറിയാം, തൃശ്ശൂരിലേക്ക് കോഴിക്കോട് നിന്ന് കയറിയാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തെടുത്തു. അത് കഴിഞ്ഞാൽ കോഹിനൂർ ബസ് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഒരു ചർച്ച് കാണാം നിങ്ങൾക്ക്. ആ ചർച്ചിൽ യേശുക്രിസ്തുവിന്റെ മനോഹരമായ ഒരു പ്രതിമ കാണാം. ബൈബിളിനെതിരായി യേശുക്രിസ്തുവിന്റെ തത്വത്തിനെതിരായി യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിമ കാണാം. അതിന്റെ ചുവട്ടിൽ ലോകരക്ഷകൻ യേശു, ലോകരക്ഷകൻ എന്ന് എഴുതി വെച്ചത് കാണാം. ഞാൻ ചോദിക്കുന്നു, യേശുക്രിസ്തു ലോകരക്ഷകനായി അവതരിപ്പിക്കുന്നവരോട് വിനീതമായി ചിന്തിക്കാൻ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ രക്ഷകൻ ആരായിരുന്നു? 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ രക്ഷകൻ ആരായിരുന്നു? അന്ന് ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്, സൗരയൂഥങ്ങളുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്, ഗർജിക്കുന്ന സിംഹമുണ്ട്, അതിന്റെ ഗർജനം കേട്ട് ഓടി ഒളിക്കുന്ന മാൻപേടയുണ്ട്. എങ്കിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കന്യാമറിയമുണ്ട്, കന്യാമറിയമിന്റെ മാതാപിതാക്കളുണ്ട്, അതിന്റെ അപ്പുറത്തെ തലമുറയുണ്ട്, അന്ന് ഭൂമിയും ആകാശവും ഉണ്ട്. എങ്കിൽ അന്ന് യേശുക്രിസ്തു ലോകരക്ഷകനാണോ? അല്ലയെങ്കിൽ ഏതർത്ഥത്തിലാണിത്? ആശയപരമായ അർത്ഥത്തിലാണോ? ദാർശനികമായ അർത്ഥത്തിലാണോ? ഏതർത്ഥത്തിലാ? ലോകത്തെ സംരക്ഷിക്കുന്നതും ലോകത്തെ നിലനിർത്തുന്നതും ആരാ?
പടച്ചതമ്പുരാനല്ലേ. ഇപ്പൊ നോക്കൂ, ഈ കുറ്റിയാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസംഗം നടന്നു. അതിനെപ്പറ്റി ഒരു അത്ഭുതം പറയുന്നുണ്ട്. എന്താ അത്ഭുതം? അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ശക്തമായ മഴക്കാറുണ്ടായി, അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തു തുടങ്ങി, ആളുകൾ ഛിന്ന ഭിന്നമായി ഓടി, കടത്തിണ്ണകളിലേക്ക് ഓടിയപ്പോ ഈ കുറ്റിയാടിയിൽ നടന്ന കാര്യമാണ് പറയുന്നേ. ഓടിയപ്പോൾ കാന്തപുരം വരെ തിരിച്ചു വിളിച്ചു അത്രേ, ആരും ബേജാറാകണ്ട, മൊയ്തീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട് മഴപ്പല്ലാതാകും. അത് പറഞ്ഞു നിർത്തിയതും കുറ്റിയാടിയിൽ മാത്രം മഴ സ്റ്റോപ്പ് ചെയ്തതും പരിസരത്ത് ശക്തമായി മഴ